നമ്മൾ സ്ത്രീകളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ വീട്ടമ്മമാരുടെ ജീവിതത്തിൽ നല്ല കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സുകൾ കണ്ടാലോ. ഈ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് സെൽഫ് കെയറും കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോവുകയോ അല്ലെങ്കിൽ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ വാങ്ങി യൂസ് ചെയ്യുകയോ അങ്ങനെയൊന്നുമല്ല. സാധാരണക്കാരായ വീട്ടമ്മമാർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹാബിറ്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചധികം പേർക്ക് അത് നല്ല യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിലെ ആദ്യത്തെ ഹെൽത്തി ഹാബിറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പല്ല് ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. പല്ല് ബ്രഷ് ചെയ്യുന്നത് നമ്മൾ ദിവസത്തിൽ 2 നേരമെങ്കിലും ചെയ്യേണ്ടതാണ്. അതായത് രാവിലെയും നൈറ്റിൽ കിടക്കാൻ പോണതിന് മുമ്പ്. പിന്നെ ബ്രഷിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ബ്രിസിൽസ് ഒക്കെ പോയിട്ടുള്ള ബ്രഷ് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. നമ്മൾ 2 മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ ടൂത്ത് ബ്രഷ് മാറ്റി പുതിയത് വാങ്ങാനായിട്ട് ശ്രമിക്കുക, യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ടൂത്ത് ബ്രഷ്, അതായത് ക്ലീൻ ചെയ്യുന്ന ഇങ്ങനത്തെ ഐറ്റംസിലാണ് ഏറ്റവും കൂടുതൽ ജെംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് ടൂത്ത് ബ്രഷ് നമ്മൾ 2 മാസം കൂടുമ്പോൾ മസ്റ്റായിട്ടും മാറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ത്രെഡ് വെച്ചിട്ടുള്ള ഫ്ലോസിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിനുള്ള ടൂൾസൊക്കെ ഇപ്പോൾ വാങ്ങാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ മൗത്ത് വാഷ്, അത് നമ്മൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് പറ്റുന്ന മൗത്ത് വാഷ് ഏതെങ്കിലും ഒന്ന് നമ്മൾ ഹാൻഡ് ബാഗിലൊക്കെ കൊണ്ടു നടക്കുകയും വീട്ടിൽ 2 നേരമൊക്കെ ഒന്ന് യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. നമ്മുടെ മൗത്ത് വളരെയധികം ഹൈജീനിക് ആയിട്ടിരിക്കും. ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന, എക്സസൈസ് ഒരു 10 മിനിറ്റ്, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ പനിക്കൂർക്ക ഇട്ട വെള്ളം ഞാൻ കുറേ ദിവസം കുടിച്ചു. ഇപ്പം എന്താ, ഒരല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിക്കാറുള്ളത്. ഈ വെള്ളത്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, അത് പറയാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ എന്നും ഈ കഷ്ടപ്പെട്ട് ഇടിയപ്പം, പാലപ്പം അല്ലെങ്കിൽ ചപ്പാത്തി, പൂരി ഇങ്ങനെയൊന്നും ഉണ്ടാക്കാതെ നമ്മൾ പലതരത്തിലുള്ള പുട്ടുകളുണ്ട്. ഇപ്പോൾ റാഗിപ്പുട്ടാണിത്, അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, ഇങ്ങനെ പലതരത്തിലുള്ള പുട്ടുകളൊക്കെ ഒന്ന് പരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഒരുപാട് സമയവും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. ഇനിയിപ്പോൾ ഈ വെളുത്തുള്ളി ചതച്ചിട്ട വെള്ളത്തിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. നമുക്ക് നല്ല പ്രതിരോധ ശക്തി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ, ഷുഗർ ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ചീത്ത കൊളസ്ട്രോളിനെയൊക്കെ ഇത് ഒഴിവാക്കും. അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ പോലുള്ള രോഗങ്ങളുള്ളവർക്ക് ഈ വെളുത്തുള്ളി ചതച്ചിട്ട വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ അൽഷിമേഴ്സ്, മറവി രോഗം വരുന്നത് തടയാനായിട്ടും വെളുത്തുള്ളിക്ക് നല്ലൊരു കഴിവുണ്ട്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ചതച്ചിട്ട വെള്ളം ഒരല്ലി മാത്രമേ ഇടാവുള്ളൂ, അത് ശ്രദ്ധിക്കുക. ഇട്ട വെള്ളം ഡെയിലി കുടിക്കുന്നത് വളരെ നല്ലതാണ്. വെറും വയറ്റിൽ കുടിക്കണം. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഇങ്ങനത്തെ പുട്ടുകളൊക്കെ നമ്മൾ എപ്പോഴും കറി വേണമെന്നില്ല, പഴമാണെങ്കിലും കൂട്ടി കഴിക്കാൻ നല്ലതാണ്. രണ്ടാമത്തെ നമ്മുടെ ഹെൽത്തി ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളാണ്, എല്ലാവർക്കും ഈ എണ്ണ തേച്ചിട്ടൊക്കെയുള്ള കുളി ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പണ്ട് കാലം മുതലേ എല്ലാവരും അത് ചെയ്തു വരുന്നതാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെ അധികം പേരും എണ്ണയൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്നാൽ ഹെയർ ഫോൾസിനും അതുപോലെ തന്നെ നല്ല കറുത്ത മുടിക്കും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും താരം പോകാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ഹെയർ ഓയിൽ നമ്മളിപ്പോൾ എളുപ്പത്തിലൊന്ന് തയ്യാറാക്കി കാണിക്കാം. അതിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ മതി. ഞാൻ ഒരു 3 കതിർപ്പ് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചതാണ്. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് നല്ല ചുവടുകട്ടിയുള്ള എന്തെങ്കിലും പാത്രത്തിൽ വേണം നമ്മൾ ഈ എണ്ണ കാച്ചിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ കാസ്റ്റ് അയണിൻ്റെ ഒരു ചീനച്ചട്ടി ഉണ്ടല്ലോ, അതാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പം 1/2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്കുള്ള അളവുകളാണ് അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. 3 കതിർപ്പ് കറിവേപ്പില, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും പിന്നെ 3-4 ചുവന്നുള്ളി. ഈ ചുവന്നുള്ളിയൊക്കെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ കറിവേപ്പിലയും നല്ലപോലെ മുടി വളരാനും മുടി കറക്കാനും ഒക്കെ സഹായിക്കും. അതുപോലെ ഉലുവയും മുടിക്ക് വളരെയധികം നല്ലതാണ്. അപ്പോൾ നമ്മൾ ഉലുവ 1/2 ടീസ്പൂൺ ചേർത്തിരിക്കുന്നത് എപ്പോഴും ജലദോഷം കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലാത്തവർക്ക് ചേർക്കാവുന്നതാണ്. നിർബന്ധമായിട്ടും ചേർത്താൽ വളരെ നല്ലതാണ്. അപ്പോൾ അതേ നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി തിളച്ചിട്ട് ഈ എണ്ണയുടെ ആ ബബിൾസ് അങ്ങോട്ട് വറ്റാൻ തുടങ്ങും. അന്നേരമാണ് നമ്മൾ ഇത് പാകമായി തുടങ്ങുന്നത് എണ്ണ. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ കുട്ടികൾ മാത്രമല്ല, നമ്മൾ മുതിർന്നവരാണെങ്കിലും എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ അല്പം മടിയാണ് ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് ഷാമ്പൂ കാര്യങ്ങളൊക്കെയാണ് നമുക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം. എന്നാൽ ആഴ്ച 2 ദിവസമെങ്കിലും തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നത് മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ തലയ്ക്ക് നല്ലൊരു തണുപ്പും നല്ലൊരു സുഖമൊക്കെ കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ അതേ നമ്മുടെ എണ്ണ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ വലിയ ഹെൽത്ത് അഡ്വൈസറോ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റോ ഒന്നുമല്ല. നമ്മൾ സാധാരണ വീട്ടമ്മമാർ പരീക്ഷിച്ചറിഞ്ഞിട്ട് വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് പകർന്നു തരുന്നത്. അപ്പോൾ അതേ നമ്മുടെ ഓയിൽ നന്നായിട്ട് തണുത്തു. ഇനി നമുക്ക് ബോട്ടിലേക്ക് ആക്കി വയ്ക്കാം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് എണ്ണ കാച്ചി ഇങ്ങനെ വെക്കുന്ന ബോട്ടിലാണ്. നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആക്കി ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ ആക്കി എടുത്തേക്കുന്നതാണ്. ഇനിയിപ്പം നമുക്ക് നമ്മൾ റെഡിയാക്കിയ ഓയിലൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ അരിച്ചെടുക്കുകയാണെങ്കിൽ ഇതിലെ സത്തെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ എണ്ണ കയ്യിലേക്ക് ഒഴിച്ച് തലയിലേക്ക് തേക്കുമ്പോഴത്തേക്ക് ആ തരികളൊന്നും വരത്തുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുന്നത്.
ഇനി അഞ്ചാമത്തെ ഒരു ഹെൽത്തി ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഹോട്ട് ഓയിൽ മസാജ് തലയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു അല്പം ഓയിൽ ഒന്ന് ചൂടാക്കിയിട്ട് തലയിലേക്ക് ഒന്ന് മസാജ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ നമ്മുടെ കുട്ടികളൊക്കെ ശീലിക്കേണ്ട ഒരു ആറാമത്തെ ഹെൽത്തി ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക, പുറത്തുനിന്നുള്ളത് കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നമുക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ വെയർ ചെയ്യും. എന്നാൽ ഓരോ ഒക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് സ്യൂട്ടായിട്ടുള്ളത് ധരിക്കുകയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസും കിട്ടാനായിട്ട് സഹായിക്കും. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏത് ഒക്കേഷന് ഏത് ഡ്രസ്സാണ് കൂടുതൽ സ്യൂട്ടാകുന്നത്. ഇനി എട്ടാമതായിട്ട് നമ്മൾ വീട്ടമ്മമാർ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന് യോജിക്കുന്ന ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വളരെയധികം സ്കിന്നിന് പ്രൊട്ടക്ഷൻ തരുന്നതാണ്. ഇനി ഒൻപതാമത്തെ ഹെൽത്തി ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കാലിലെയും കയ്യിലെയും ഒക്കെ നഖങ്ങൾ എപ്പോഴും നല്ല നീറ്റാക്കി വെക്കുക. അത് പെഡിക്യൂർ ചെയ്യണം, മനിക്യൂർ ചെയ്യണം, അല്ലെങ്കിൽ നെയിൽ പോളിഷ് ഇടണം, മൈലാഞ്ചി ഇടണം, ഇതൊന്നുമല്ല. നമ്മൾ ക്ലീൻ ആക്കി നഖം വെട്ടി അതിൽ ചെളി കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാളെ കാണുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് അവരുടെ കാല്, നഖം, അതുപോലെ തന്നെ മുടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം. ഇനി പത്താമത്തെ നമ്മൾ ലേഡീസ് ഉപയോഗിക്കുന്ന ഹാൻഡ് ബാഗ്, ചപ്പൽസ്, ഇതൊക്കെ നമ്മൾ എപ്പോഴും നല്ല നീറ്റായിട്ട് കൊണ്ട് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ഒരുപാട് ബാക്ടീരിയ കാര്യങ്ങളൊക്കെ പൂപ്പൽ പോലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലൊരു വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ എപ്പോഴും ഒന്ന് ക്ലീൻ ആക്കി കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണ്. അതുപോലെ തന്നെ ബാഗും ചപ്പൽസും ഒക്കെ നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വെറ്റ് ടിഷ്യൂ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ബാഗിൻ്റെ റെക്സനോ കാര്യങ്ങളോ ഒന്നും പോകത്തൊന്നുമില്ല കേട്ടോ. നല്ലൊരു സ്മെല്ലുമാണ് ഈ വെറ്റ് ടിഷ്യൂ ഉപയോഗിക്കുന്നത് കൊണ്ട്. പല ഫ്രാഗ്രൻസിലുള്ളത് നമുക്കിപ്പോൾ വാങ്ങാനായിട്ട് കിട്ടുമല്ലോ. അതുകൊണ്ട് നമ്മൾ ലേഡീസ് ഉപയോഗിക്കുന്ന ബാഗ്, ചപ്പൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പേഴ്സണൽ ഹൈജീനിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. കാരണം നല്ല വൃത്തിയായിട്ട് ഇത് കൊണ്ട് നടക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് എത്ര ചപ്പല്, ബാഗ് ഒക്കെ ഉണ്ടോ അതൊക്കെ ഒന്നെടുത്ത് ഒരു 10 മിനിറ്റ് എടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു സന്തോഷവും ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ വൃത്തി, അതും പ്രധാനം. പിന്നെ 11ാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ 2 നേരം കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ 2 നേരം കുളിക്കുക, ഇല്ലെങ്കിൽ ദിവസം ഒരു നേരമെങ്കിലും ഒന്ന് കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ഹൈജീനിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ്. പിന്നെ നമ്മുടെ തലയിൽ താരനുണ്ടോ ഇതൊക്കെ നമ്മൾ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്ത് അതൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇനി 12ാമതായിട്ട് നമ്മൾ എപ്പോഴും ഇന്നത്തെ കാലത്ത് ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കാത്ത ഒരു കുറവല്ലേ. അപ്പം ഞാൻ ദേ റോസ്മേരിയുടെ ഇങ്ങനത്തെ ഷാമ്പൂ ആണ് ഉപയോഗിക്കുന്നത്, ആയുറിൻ്റെ. ഇതിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ pH ബാലൻസ്ഡ് ആയിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഷാമ്പൂ ഒക്കെ ആയിരിക്കും നമ്മുടെ സ്കിന്നിന് പറ്റുന്നത്. അത് നമ്മൾ നോക്കി ഉപയോഗിക്കുക. ഇതിപ്പം ഞാൻ ഉപയോഗിച്ച് കുറേ നാളായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് നല്ലതെന്ന് തോന്നിയോണ്ടൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇനി 13ാമതായിട്ട് നമുക്ക് എല്ലാവർക്കും വിയർപ്പിൻ്റെ ശല്യം ഉണ്ടാവും. കാരണം നമ്മൾ മനുഷ്യരാണ്, എല്ലാവർക്കും വിയർപ്പെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പം നമുക്ക് അണ്ടർ ആംസ് എപ്പോഴും ക്ലീനാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലൊന്നും നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ വിയർപ്പിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലർക്ക് കൂടിയും ചിലർക്ക് കുറഞ്ഞും ഒക്കെ ഇരിക്കും. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് മൈൽഡായിട്ടുള്ള എന്തെങ്കിലും റോളോണോ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് യൂസ് ചെയ്താൽ വളരെയധികം നല്ലതാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ നമുക്കതിന് ബുദ്ധിമുട്ടൊന്നും അവർക്കും തോന്നത്തില്ല. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുമ്പോൾ ഒത്തിരി വിയർപ്പിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു അരമുറി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കുളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ സ്കിന്നിന്. ഇനി 14ാമത്തെ കാര്യം, നമ്മൾ ഇന്നർ വെയർ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 6 മാസത്തിലൊരിക്കൽ ഇന്നർ വെയേഴ്സ് നമ്മൾ യൂസ് ചെയ്തത് മാറ്റി പുതിയത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. ബൈ.